അസ്സലാമലൈക്കും. എല്ലാവർക്കും സിയാ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു സ്റ്റോറി എഴുതിയ ആളുടെ പേര്. ഈ ഒരു ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി എഴുതിയ ആളുടെ പേരെന്താണ്? നജീബ് മെഹ്ഫൂസ് ആണ്. അത് നമുക്ക് എക്സാമിന് നല്ല ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. ഇനി നമുക്ക് ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് നോക്കാം. ആ ഒരു ചാപ്റ്റർ നോക്കാം, ആ ഒരു സ്റ്റോറി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറി നോക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഹാഫ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് എ ഡേ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ദിവസത്തിൻ്റെ പകുതിയാണ് ഹാഫ് എ ഡേ എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം ഈ ഒരു കഥയിൽ എന്തായിരിക്കണം പറയുന്നുണ്ടാവുക. ഒരു ദിവസത്തിൻ്റെ ഏതോ ഒരാളുടെ, ഇനി നജീബ് മെഹ്ഫൂസിൻ്റെ ആവാം, ആരുടെയും ഒരാളുടെ ഒരു ദിവസത്തിൻ്റെ പകുതിയാണ് ഇവിടെ കാണിക്കുന്നത് എന്നൊരു നിഗമനം നമുക്കുണ്ട്. അറിയില്ല, നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ പാഠത്തിലോട്ട് കിടക്കാം. ഇനി നമ്മൾ ഓരോ സ്റ്റാൻഡായിട്ട് വായിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറ്റാത്ത അർത്ഥങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് പറഞ്ഞു തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡ് വായിക്കാം. I proceeded alongside my father, clutching his right hand. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ അച്ഛൻ്റെ വലത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണെന്നാണ് പറയുന്നത്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. ഇതെന്താണ്? റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ് എന്താണ് ഇവിടെ പറയുന്നത്? ഒരു വലിയ ആൾ നടക്കുമ്പോൾ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു കാലായിരിക്കും. അപ്പോൾ കൂടെ കുട്ടികൾ നടക്കുമ്പോൾ അവർക്ക് ആ ഒരു അച്ഛൻ്റെ കൂടെ എത്താൻ, അല്ലെങ്കിൽ ആ ഒരു വലിയ ആളുടെ കൂടെ എത്താൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കുട്ടി ഉദ്ദേശിക്കുന്നത്. കുട്ടിക്ക് കാല് വലിച്ച് നീക്കിയിട്ടാണ് ആ ഒരു കുട്ടി നടക്കുന്നത്. നീക്കിയിട്ടാണ് ആ ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ എത്താനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതാണ്. ഓൾ മൈ ക്ലോത്ത്സ് ആർ ന്യൂ. എൻ്റെ എല്ലാ വസ്ത്രങ്ങളും പുതിയതാണ്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി സ്കൂളിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ദ ബ്ലാക്ക് ഷൂസ്, ഒരു ബ്ലാക്ക് കളർ ഷൂ പുതിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് പുതിയതെന്നാണ് കുട്ടി പറയുന്നത്. ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആണ്, ഗ്രീൻ കളറാണ്. ആൻഡ് ദ റെഡ് ടർബൂഷ്, പിന്നെ ഒരു റെഡ് കളർ ടർബൂഷ് ഉണ്ട്. ടർബൂഷ് അറിയില്ലേ? തൊപ്പി. മൈ ഡിലൈറ്റ്സ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് however was mixed, for this was no feast day, but the day on which I was to be cast into school from the first time. അപ്പോൾ ഇതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. മൈ മദർ stood at the window watching us. എൻ്റെ അമ്മ വിൻഡോയുടെ അവിടെ നിൽക്കുന്നുണ്ട്, എന്നിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ട് എന്നാണ് കുട്ടി പറയുന്നത്. ആൻഡ് ഐ വുഡ് turn towards her from time to time. അമ്മേനെ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കാം. ഇങ്ങനെ കുറച്ച് നടക്കും, അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെയാണ് കുട്ടി പറയുന്നത്. എങ്ങനെ ടൈം ടു ടൈം ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്ലൈയിങ് ഫ്രം ഹെൽപ്പ്. എനിക്ക് തോന്നി കുട്ടി എന്തെങ്കിലും ഒരു ഹെൽപ്പ് അമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. അമ്മ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആളല്ലേ, അപ്പോൾ ആളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് പ്രതീക്ഷിച്ചിട്ടാണ് കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. We walked along the straight line with gardens. അപ്പോൾ ഇവർ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വിത്ത് ഗാർഡൻസ്, സൈഡിലൊക്കെ ഗാർഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓൺ ബോത്ത് സൈഡ് ആർ എക്സ്റ്റെൻസീവ് ഫീൽഡ് പ്ലാന്റ്സ് വിത്ത് ക്രോപ്സ്. അപ്പോൾ രണ്ട് സൈഡിലും എക്സ്റ്റെൻസീവ് എന്താണെന്നറിയില്ലേ? വിശാലമായിട്ടുള്ള ഫീൽഡ്സ്, ക്രോപ്സ് ഫീൽഡിൽ ക്രോപ്സ് ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഫീൽഡിലാണ്. എന്തൊക്കെയുണ്ട്? ഓക്കെ, പ്രിക്ലി പാംസ് ആൻഡ് ഹെന്നാ ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇനിയും ഇതിലും കൂടുതലുണ്ടാവും. പ്രിക്ലി എന്ന് വെച്ചാൽ മുള്ളുള്ള, ഈ പ്രിക്ലി പാംസ് എന്ന് വെച്ചാൽ മുള്ളുള്ള എന്തോ ഒരു സാധനമാണ്. മുള്ളുള്ള ചെടിയാവണം.
സാധനമാണ്. ഹെന്ന ട്രീ അറിയാലോ, മൈലാഞ്ചി മരമാണ്. ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ് ആണ്. ഡേറ്റ് പാംസ് അറിയില്ലേ, ഈത്തപ്പഴത്തിൻ്റെ മരമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ സെക്കൻഡ് സ്റ്റെപ്സ് കഴിഞ്ഞിട്ടില്ല. വൈ സ്കൂൾ, അപ്പം ഇതൊരു കുട്ടി ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണ്. വൈ സ്കൂൾ എന്ന് അച്ഛനോടാവും ചോദിക്കുന്നുണ്ടാവും. അച്ഛനോട് ചോദിക്കണ്ട. വൈ സ്കൂൾ ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി. കുട്ടി അച്ഛനോട് എന്തോ ചലഞ്ച് ചെയ്യുന്ന പോലെ ഓപ്പൺ ആയിട്ട് കുട്ടി ചോദിക്കുകയാണ്. വൈ സ്കൂൾ, എന്തിനാ സ്കൂള്? ഐ ഷോൾ നെവർ ഡു എനിത്തിങ് ടു വോം യു എന്ന് കുട്ടി ചോദിക്കുകയാണ്. ഇൻ തേർഡ് സ്റ്റാൻസ, ഐ നോട്ട് പണിഷ് യു, ഞാൻ നിന്നെ പണിഷ് ചെയ്യുകയല്ല, ഞാനോ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ. ഹി ആസ്ക്ഡ് laughing. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഇരുന്ന് ചിരിക്കുകയാണ്. സ്കൂൾസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ ഒരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല. ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്ക് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. അതൊരു ഫാക്ടറിയാണ്, യൂസ്ഫുൾ പീപ്പിൾസ്. ഫാക്ടറി ദാറ്റ് മേക്ക് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. യൂസ്ഫുൾ പീപ്പിൾസ് ആക്കുകയാണ്, കുട്ടികളെ വെച്ച് അവരൊരു യൂസ്ഫുൾ പീപ്പിൾസ് ആക്കുകയാണ്. അങ്ങനെയാണ്, നല്ല കുട്ടികളാക്കുകയാണ് മക്കളെ എന്നൊക്കെ പറയുകയാണ് അച്ഛൻ. അപ്പോൾ ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്, നിനക്ക് വലുതാവൊന്നും വേണ്ടേ അങ്ങനെ ചോദിക്കുകയാണ് അച്ഛൻ. അപ്പോൾ ഈ ഫോർത്ത് സ്റ്റാൻസ, ഐ വാസ് നോട്ട് കൺസീവ്ഡ്, ഐ ഡോണ്ട് ബിലീവ് ദിസ് വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് എ ഡ്രൈവിംഗ് me away from the intimacy of my home and threw me into this building. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്, എനിക്കത് കൺസീവായിട്ട് തോന്നിയില്ല, ഇതൊരു റിയലി ഗുഡായിട്ടും എനിക്ക് തോന്നിയില്ല എന്ന് കുട്ടി പറയാണ്. ഇൻറ്റിമേസി ഓഫ് മൈ ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുട്ടിക്ക് ആ വീടിനോട് അത്രയും അട്രാക്ഷൻ ഉണ്ട്, കുട്ടിക്ക് ആ വീട് പിരിയാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നും ഏതോ ഒരു ബിൽഡിങ്ങിലേക്ക് എന്നെ വലിച്ചെറിയാണ്, ത്രൂ ചെയ്യാണെന്നൊക്കെയാണ് കുട്ടി വിചാരിക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ? അല്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇറ്റ്സ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾ ഫോർട്രസ് അങ്ങനെയൊക്കെ കുട്ടി പറയുകയാണ്. കുട്ടി ആ ഒരു സ്കൂളിനെ പറ്റി പറയുകയാണ്. അതൊരു എന്തോ ഒരു ഗുഹ പോലെ, അല്ലെങ്കിൽ ഗുഹല്ല, ഇങ്ങനെ വലിയൊരു താവളം പോലെ എന്നൊക്കെ കുട്ടിക്ക് ഇങ്ങനെ കഠിനമായി ഗ്രിമ്മായിട്ടുള്ള ഒരു താവളം പോലെയൊക്കെയാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് കുട്ടി പറയുന്നത്. ഇനി ഫിഫ്ത്ത് പോർഷൻ നോക്കാം, ഫിഫ്ത്ത് സെക്ഷൻ നോക്കാം. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ്, അങ്ങനെ കുട്ടിയും അച്ഛനും ഗേറ്റിൻ്റെ അവിടെ എത്തി കഴിഞ്ഞു കേട്ടോ. കുട്ടിയുടെ നെഞ്ചിങ്ങനെ ഇടിക്കുന്നുണ്ടാവും, കാരണം ഫസ്റ്റ് ടൈം അല്ലേ. ഹി കുഡ് സീൻ ഇൻ എ കോർട്ട്യാർഡ്, അവിടെ കുട്ടിക്ക് ഒരു കോർട്ട്യാർഡ് കാണാൻ സാധിച്ചു. കോർട്ട്യാർഡ് അറിയില്ലേ, മുറ്റമാണ്. വെസ്റ്റ് ആൻഡ് ക്രീം ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, അവിടെ ഒരുപാട് ബോയ്സും ഗേൾസും ഉണ്ട്. കുട്ടി ഇങ്ങനെ പറയാണ് കേട്ടോ. ഗോയിങ് ബൈ യുവർ സെൽഫ്, അച്ഛൻ പറയാണ്. ഗോയിങ് ബൈ യുവർ സെൽഫ് സെറ്റ് മൈ ഫാദർ, അച്ഛൻ പറയാണ് നീ നിൻ്റെ ഇഷ്ടത്തിന് നീ ഒറ്റയ്ക്ക് പോ എന്ന് പറയാണ്. ആൻഡ് ജോയിൻ ദം, പിന്നെ നീ അവരുടെ കൂടെ കൂട് എന്ന് പറയാണ്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതർ. എന്താണ് പറയുന്നത്, നിന്റെ മുഖത്ത് കുറച്ച് ചിരി കാണിക്കുക, അപ്പം നീ ആയിരിക്കും ബാക്കിയുള്ളവർക്കൊരു എക്സാമ്പിൾ ആയിരിക്കും എന്നൊക്കെ കുട്ടിക്ക് അച്ഛൻ എന്ത് ചെയ്യാണ്, നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു, നീ അങ്ങനെ ചെയ്യില്ലേ എന്ന് കുട്ടി അങ്ങനെ ചോദിക്കുകയാണ്. ഇനി സിക്സ്ത് സ്റ്റാൻസയാണ്. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലൈംബ് ടു ഹിസ് ഹാൻഡ്. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു, അച്ഛൻ്റെ കയ്യിൽ ഒരൊറ്റ തോന്നൽ അങ്ങനെ തോന്നി. എന്ത് ചെയ്തു, ജെന്റ്ലി പുഷ് മീ. അപ്പോൾ കുട്ടീനെ ചെറുതായിട്ടൊന്ന് ഉന്തി. ഓക്കെ, കുട്ടീനെ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് ഉന്തി. ബി ബോൾഡ് ഹി സെഡ്, നീ കുറച്ച് ധൈര്യം കാണിക്കുക, നീ ഒരു ആണല്ലേ എന്നൊക്കെ അച്ഛൻ പറയാണ്. നീ കുറച്ച് ധൈര്യം കാണിക്കുക, ബി ബോൾഡ് ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു. ടുഡേ യു ട്രൂലി ബീൻ ലൈഫ്, എന്താണ് അച്ഛൻ പറയുന്നത്, നീ ഇന്നാണ് നിന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ തന്നെയാണ്, അവൻ ഇന്ന് തന്നെയാണ് അവൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. യു വിൽ ഫൈൻഡ് മീ വാച്ചിങ് ഫ്രം യു വോണ്ട് ടു ടൈം ടു ലീവ്. എന്താണ്, നീ ഇവിടുന്ന് പോകുമ്പോൾ, അതായത് നീ സ്കൂള് വിട്ടിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ നിന്നെ ഇവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടാവും. അച്ഛൻ ഇങ്ങനെ പ്രോമിസൊക്കെ ചെയ്ത് കുട്ടീനെ ഇങ്ങനെ മയക്കി എടുക്കുകയാണ്. അപ്പം
അപ്പോൾ ഇങ്ങനെ കുട്ടീനോട് ഇതൊക്കെ ഇങ്ങനെ പറയാണ്. ഇനി നമുക്ക് 7th സ്റ്റാൻഡേർഡ് നോക്കാം. I took a few steps. അങ്ങനെ കുട്ടി കുറച്ചൊക്കെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ എടുത്തു. Then stopped and looked. എന്നിട്ട് നിന്നു, എന്നിട്ട് നോക്കി. But saw nothing. പക്ഷേ ഒന്നും കാണാൻ സാധിച്ചില്ല. Then the faces of boys and girls, പിന്നെ കാണാൻ സാധിച്ചത് എന്താണ്? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഫേസസ് ആണ്. Came into view. അവർക്ക് കാണാൻ സാധിച്ചത്. I did not know a single one of them. എനിക്ക് അതിലുള്ള ഒരാളെ പോലും അറിയില്ല. കുട്ടി പറയാണ് എനിക്ക് അതിലുള്ള ഒരാളെ പോലും അറിയില്ല. കുട്ടി പറയാണ് none of them know me. അപ്പോൾ എന്താണ് അതിലുള്ള ഒരാളെ പോലും അവനറിയില്ല എന്ന് പറഞ്ഞാൽ അവനെ അറിയുന്ന ഒരാൾ പോലും അതിലില്ല. അതാണ് സത്യം. അപ്പോൾ അങ്ങനെ പറയുകയാണ്. കുട്ടി LKG-യിലൊക്കെ അല്ലേ പോകുന്നത്, ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്, അപ്പോൾ ഫ്രണ്ട്സ് ഒന്നും അധികം ഉണ്ടാവില്ല. I felt I was a stranger who had lost his way. എന്താണ് പറയുന്നത്? അപ്പോൾ ആ കുട്ടിക്ക് തോന്നുകയാണ് ഞാനൊരു സ്ട്രേഞ്ചർ ആണോ എന്നടക്കം കുട്ടിക്ക് തോന്നുകയാണ്. കുട്ടിക്ക് അവനെ ഒരു സ്ട്രേഞ്ചറായിട്ട് തോന്നി, ഒരു അപരിചിതനാണ് എന്ന് തോന്നി. അവനൊരു അപരിചിതനാണെന്ന് അവന് എന്നെ തോന്നി എന്നാണ് പറയുന്നത്. But glance of curiosity were directed towards me. ഓക്കെ, അപ്പോൾ കുട്ടി പറയാണ് പക്ഷേ അവിടെയുള്ള അങ്ങനെ കയറി വന്നപ്പോൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഈ കുട്ടി ആരാണ് അങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, അതായിരുന്നു. And the boy approached and asked, who brought you? ഒരു ബോയ് ചോദിക്കുകയാണ് who brought you? നിന്നെ ആരാ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. My father, I whispered. എൻ്റെ അച്ഛൻ എന്ന് കുട്ടി പറയണേ. എൻ്റെ അച്ഛൻ എങ്ങനെ പറയുന്നത്? പതുക്കെ കുട്ടിയുടെ സൗണ്ടൊക്കെ പോയി പേടിച്ചിട്ട് കുട്ടി വിസ്പേർഡ് ആയിട്ടാണ് പറയുന്നത്. My father's dead, he said quite simply. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചിരിക്കണോ? ആ കുട്ടി ക്വൈറ്റ് സിമ്പിളായിട്ടാണ് ആ ഒരു കുട്ടി പറയുന്നത് എൻ്റെ അച്ഛൻ മരിച്ചു എന്ന്. മനസ്സിലായോ? 8th സ്റ്റാൻഡേർഡ് നോക്കാം. I did not know what to say. എനിക്കറിയില്ല അവനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. The gate was closed. ഗേറ്റ് അടച്ചു കേട്ടോ. ഗേറ്റ് അടച്ചു. സ്കൂൾ ബെല്ലടിക്കാറായിട്ടുണ്ടാവും. ഗേറ്റ് അടച്ചു. അപ്പോൾ letting out a pitiable speech. അതെന്താന്ന് വെച്ചാൽ ആ ഒരു ഗേറ്റ് അടക്കുന്ന ആ ഒരു സൗണ്ടിനെയാണ് ഇവരിവിടെ പറയുന്നത്. Some of children burst into tears. The bell rang. അങ്ങനെ ആ ബെല്ലടിച്ചു. The lady came along. അപ്പോൾ എന്താണ് ഒരു ലേഡി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, ഒരു വുമൺ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. Followed by a group of men. പിന്നെ ആ ഒരു ലേഡീനെ ഫോളോ ചെയ്തിട്ട് കുറച്ച് ആളുകളും വരുന്നുണ്ട്. The man begins sorting us into ranks. അങ്ങനെ പിന്നെ ആ ഒരു ഓരോരുത്തരും ഇങ്ങനെ സോർട്ട് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരും ഓരോ ക്ലാസ്സിലേക്ക് ആക്കില്ലേ, അതിനാണ് പറയുന്നത്. ഈ ഒരു കുട്ടി അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഓരോ റാങ്ക് അനുസരിച്ച് അവരെ ഇതാക്കാൻ തുടങ്ങി. This is your new home, said the woman. ആ ഒരു വുമൺ പറയാണ് this is your new home. ഇതാണ് മക്കളെ നിങ്ങളുടെ ഒരു പുതിയ ഹോം. എന്താണ് her too, they are mothers and fathers. ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അമ്മയും അച്ഛനും എന്ന് ആ ഒരു ടീച്ചർ കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ്. Here there is everything and this is enjoyable and beneficial to know and life. ഇവിടെയുള്ള ഓരോ everything that is enjoyable, അതൊരു നിങ്ങൾക്ക് നല്ല എൻജോയബിൾ ആയിരിക്കും, ബെനിഫിഷ്യൽ ആയിരിക്കും, ഉപകാരമുള്ളതായിരിക്കും. സ്കൂളല്ലേ, ഉപകാരമുള്ളതായിരിക്കും. ടെക്നോളജി ആൻഡ് ലൈഫ്, പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഓരോ അറിവുകൾ തരുന്നതായിരിക്കും. ഇനി എന്താണ് പറയുന്നത്? Dry your tears and face life joyful, won't you? എന്ന് ചോദിക്കുകയാണ്. Dry your tears, നിങ്ങൾ കണ്ണീരൊക്കെ തുടക്കി and face life joyful ആക്കുക. നിങ്ങൾ സ്കൂളിലേക്ക് വന്നു, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങളുടെ ഒരു ഫേസ് നിങ്ങൾ ജോയ്ഫുള്ളി ആക്കുക. വോണ്ട് യു, നിങ്ങൾക്ക് അങ്ങനെ വേണ്ടേ എന്ന് ചോദിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ആവണ്ടേ എന്ന് ചോദിക്കാം.
സൈഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ നമുക്ക് നോക്കാം. My delights in my new clothes, however, was mixed. Why does the child have mixed feelings about his new clothes? ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു കുട്ടി പറയുന്നുണ്ട്, എന്താ എൻ്റെ പുതിയ ഡ്രസ്സ് എല്ലാം കൂടെ കൂടിയപ്പോൾ എനിക്കൊരു മിക്സഡ് ഫീലിംഗ് തോന്നിയെന്ന്. അപ്പോൾ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളീ ഒരു പാഠം കിട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. The child has mixed feeling about his new clothes because ഞാൻ ആ ഒരു ക്വസ്റ്റ്യനെ തന്നെ വളച്ചൊടിച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവനോട് പറയുകയാണെങ്കിൽ നിങ്ങളിതപ്പോൾ ഇനി അങ്ങോട്ടുള്ള എക്സാമിനൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻ വലുതാക്കി ആൻസർ ചെയ്താൽ നോക്കാം. ഹി ഈസ് ഹാപ്പി ആൻഡ് എക്സിസ്റ്റഡ് ടു വെയർ ദം. He knows that he is wearing them because he is being sent to school from the first time they make him feeling uncertainty. Okay. അപ്പോൾ ഈ ഒരു സംഭവമാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹെൽപ്പ് ഡസ് ദ ബോയ് എക്സ്പെക്ട് ഫ്രം ഹിസ് മദർ? ആ ഒരു അമ്മയിൽ നിന്നും ആ ഒരു കുട്ടി എന്തായിരിക്കും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? The boy expects his mother to save him from going school. He hoped that his mother could stop him and allow him to stay at home. അമ്മ അവനെ സഹായിക്കും എന്നാണ് ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവുക. അമ്മ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കായിരിക്കും, അമ്മയ്ക്ക് ഒന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു, ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How does the author describe the sights on the way to school? Describe the sights you see on your way to school. ഇവിടെ ചോദിക്കുന്നത് ആ ഒരു ഓഥർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെയാണോ കാണുന്നത് അതിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക, അതാണ് സംഭവം. The author beautiful described the sight on the way to school. നമ്മളെന്തായാലും അവരിങ്ങനെ പുകഴ്ത്തി. ഇനി നമ്മൾ നമ്മളതായിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നിൽ എന്ത് കൊടുക്കുക? The author beautiful described the sights on the way to school എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയുന്നത് ആ ഒരു രീതിക്ക് പറയാം. School's not a punishment. It is a factory that makes useful people out of children. Do you agree this their statement? Give reason. അതിൽ പറയുന്നുണ്ട് സ്കൂൾ ഒരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല, ഒരു ഫാക്ടറി ദാറ്റ് മേക്ക് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. അതൊരു ഫാക്ടറിയാണ്. എങ്ങനത്തെ ഫാക്ടറിയാണ്? ചിൽഡ്രൻസിനെ വെച്ചിട്ട് യൂസ്ഫുൾ പീപ്പിൾസ് ആക്കി മാറ്റുക. അതാണ് ആ ഒരു സ്കൂളിലെ പ്രത്യേകത എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് യെസ് ആണെങ്കിൽ യെസ് എഴുതാം, നോ ആണെങ്കിൽ നോ എഴുതാം. എന്നെ സംബന്ധിച്ച് അതൊരു യെസ് ആയ കാര്യമാണ്. നമ്മൾ സ്കൂളിൽ അങ്ങനെ ആണല്ലോ പഠിക്കുന്നത്. യെസ്, ഐ ആഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ചൈൽഡ് ഗെയിൻസ് നോളേജ് ഫ്രം സ്കൂൾ. ഹി ഓർ ഷീ ലേണിംഗ് ഫ്രം ബുക്സ്. ഹി ഓർ ഷീ എന്ന് വെച്ചാൽ ബോയ് ആവാം ഗേൾ ആവാം എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഹി ഓർ ഷീ കൊടുത്തത്. ഹി ഓർ ഷീ ലേണിംഗ് ഫ്രം ബുക്സ്. ദേ ആർ ലേണിംഗ് ലേൺ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ലവ് ആൻഡ് ലെസൺ ടു സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ഫ്രം സ്കൂൾ. നമ്മൾ സ്കൂളിൽ നിന്ന് എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ലവ് പഠിക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് പഠിക്കുന്നുണ്ട്, നമ്മൾ സോഷ്യലിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അതുകൂടി നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടോ ഇനിയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെ അതൊക്കെ ആഡ് ചെയ്യാം. കുട്ടിയുടെ ഒരു അപ്പിയറൻസിൽ ആ ഒരു ടൈമിൽ കുട്ടിക്ക് എന്തായിരുന്നു സ്കൂളിനെ പറ്റി തോന്നിയിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. The school appearance to the boy as a huge high wall fort ആണ് that's look എന്നാണ് കുട്ടി പറയുന്നത്. അതൊരു വലിയ വലിയ കൂടാരം പോലത്തെ സാധനമാണെന്നൊക്കെ കുട്ടി വിചാരിച്ചിരുന്നത്. അതാണ് വാട്ട് ഈസ് അഫക്റ്റഡ് ടു ദ വുമൺസ് വേർഡ്സ് ഓൺ ദ ന്യൂ കോമേഴ്സ്. ആ ഒരു പുതിയ കുട്ടികൾക്ക് എന്താണ് ആ ഒരു വുമൺ കുറച്ച് വേർഡ്സ് ഇങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ പുതിയ വീടാണിത്, നിങ്ങൾക്ക് ഇവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കുറേ എൻജോയബിൾ ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് സമാധാനിപ്പിക്കുന്ന വേർഡ്സാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ ഒരുപാട് സമാധാനിപ്പിക്കുന്ന വേർഡ്സ് പറഞ്ഞല്ലോ. ആ ഒരു ടൈമിൽ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് അവർക്ക് അതെങ്ങനെയാണ് എഫക്റ്റ് ആയത് എന്നാണ് ചോദിക്കുന്നത്. നല്ലൊരു കംഫേർട്ട് ആയിരിക്കും, പിന്നെ നല്ലൊരു
മോട്ടിവേഷൻ ആയിരിക്കും. ഇനിയും നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നുണ്ടോ അതൊക്കെ അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ തന്നെ നമ്മളിതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ടിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ നാളെ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വേറൊരു വീഡിയോ